കാസർഗോഡിന്റെ വികസനത്തിന് ഒരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ട് ടൈൽ സോണിന്റെ 6ാമത്തെ ഷോറൂം നമ്മുടെ എവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതോടനുബന്ധിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും സസന്തോഷം ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്തിനകം തന്നെ നമ്മുടെ ടൈൽ സോണിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുന്നതായിരിക്കും. അതിനുശേഷം കാസർഗോഡിന് ടൈൽ സോൺ സ്വന്തമായി തീർന്നതാണ്. നമുക്ക് ഏവർക്കും അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 6ാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഉത്തര മലബാറിന്റെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രം തന്നെയാണ്, നിർമ്മാണ ഉൽപ്പന്ന കേന്ദ്രം തന്നെയാണ് നമ്മുടെ ടൈൽ സോൺ. കാസർഗോഡ് തൊട്ട് കോഴിക്കോട് വരെയുള്ള നമ്മുടെ നോർത്ത് മലബാറിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ടൈൽ സോണിന്റെ സാന്നിധ്യം അറിയാൻ പറ്റും. തളിപ്പറമ്പ്, ഇരട്ടി, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളായിട്ട് ഓൾറെഡി നമ്മുടെ ടൈൽ സോണിന് ബ്രാഞ്ചുകളുണ്ട്. ഇനി റീസെന്റ് നമ്മുടെ കാസർഗോഡ് ഓപ്പൺ ചെയ്തതിനു ശേഷം 2ാമത്തെ ഷോറൂം, തളിപ്പറമ്പിലെ 2ാമത്തെ ഷോറൂം വീണ്ടും നെക്സ്റ്റ് മന്ത് തളിപ്പറമ്പ് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലും അടുത്ത ഷോറൂം നമുക്ക് അടുത്തിടെ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ടൈൽ സോണിന്റെ 6ാമത്തെ ഷോറൂമാണ്, ഉത്തര മലബാറിലെ 6ാമത്തെ ഷോറൂമാണ് ഇന്ന് കാസർഗോഡിന് ഇവിടെ സ്വന്തമായി തീരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഉദ്ഘാടകൻ നമ്മുടെ ഇവരുടെയും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ടൈൽ സോണിന്റെ ചെയർമാൻ ശ്രീ KV അബ്ദുൾ റഹ്മാൻ, മാനേജിംഗ് ഡയറക്ടേഴ്സായ ജാബിർ റഹ്മാൻ, ഷക്കീർ റഹ്മാൻ, ഷബീർ റഹ്മാൻ, ടൈൽ സോണിന്റെ മറ്റ് പാർട്ട്നേഴ്സും മാനേജ്മെന്റ് ടീം അംഗങ്ങളുമായ അബ്ദുൾ റഷീദ്, മൊയ്തീൻ മെഹഫൂസ്, റിയാസ്, സിദ്ദിഖ് എന്നിവരും ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് വിശിഷ്ട അതിഥികളും കൂടി ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കൂടി നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ പരിചയപ്പെടുത്തുകയാണ്. മുഹമ്മദ് ഹാജി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി മുബാറക് അവർകൾ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് ശ്രീ അഹമ്മദ് ഷെരീഫ് അവർകൾ,
BK മുഹമ്മദ് ബീർക്ക എന്നിവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒത്തിരി വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ടൈൽസ് ഓണിന്റെ കാസർഗോഡ് ഷോറൂമിന്റെ ഉത്തര മലബാറിലെ 6ാമത്തെ ഷോറൂമായുടെ കാസർഗോഡ് ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സോ ഏവരും കാത്തുനിൽക്കുന്ന ആ ഒരു awaiting moment, the most awaiting moment of the day, നമ്മുടെ ടൈൽസ് സോണിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും. അതിനൊക്കെ പുറമെ നമുക്കറിയുന്ന മറ്റൊരു കാര്യമുണ്ട്. ടൈൽസ് സോൺ പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ല കാസർഗോഡുകാർക്ക് അല്ലെ മലബാറുകാർക്ക്. കാരണം ഒത്തിരി നാളുകളായി നിർമ്മാണ ഉൽപ്പന്നങ്ങൾ എന്ന് കേൾക്കുന്ന സമയത്ത് അതിന്റെ ഫൈനൽ ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്നൊരു പേര് തീർച്ചയായിട്ടും ടൈൽ സോൺ തന്നെയാണ്. നമ്മളൊരു കെട്ടിട നിർമ്മാണത്തിന്റെ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത്, കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണോ വേണ്ടത്, അത് മൊത്തം ഒരൊറ്റ കുടക്കീഴിൽ ടൈൽ സോൺ എന്ന ഒരൊറ്റ കുടക്കീഴിൽ നമുക്ക് ലഭ്യമാക്കിക്കൊണ്ട് ഉത്തര മലബാറിൽ കരുത്തുറ്റൊരു പ്രസ്ഥാനമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടൈൽ സോൺ. ഏത് ബ്രാൻഡഡ് ഐറ്റം ആണെങ്കിലും വളരെ പ്രശസ്തമായ ബ്രാൻഡഡ് ഐറ്റംസിന്റെ ഒരു നീണ്ട വരി തന്നെ ടൈൽ സോണിന്റെ ഉൽപ്പന്നങ്ങളായി നമുക്ക് കാണാൻ പറ്റും. ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായി ടൈൽ സോണിന്റെ മാനേജ്മെന്റ് ടീം അംഗങ്ങളെയും പാർട്ട്നേഴ്സിനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ടൈൽ സോൺ ചെയർമാൻ ശ്രീ KV അബ്ദുൾ റഹ്മാൻ അവർകളെ. വെൽക്കം സർ. അതോടൊപ്പം തന്നെ ടൈൽ സോണിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സായ ശ്രീ ജാബിർ റഹ്മാൻ, ശ്രീ ഷക്കീർ റഹ്മാൻ, ശ്രീ ഷബീർ റഹ്മാൻ അവർകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജാബിർ റഹ്മാൻ, ശ്രീ ഷക്കീർ റഹ്മാൻ, ശ്രീ ഷബീർ റഹ്മാൻ. അതോടൊപ്പം ടൈൽ സോണിന്റെ പാർട്ട്നേഴ്സായ ശ്രീ അബ്ദുൾ റഷീദ്, ശ്രീ മൊയ്തീൻ മെഹഫൂസ്, ശ്രീ റിയാസ്, ശ്രീ നവാസ് അവർകളെയും സ്നേഹപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അച്ചു നാർമർമുല അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഠിച്ചിട്ട് കച്ചവടം ചെയ്യാനേ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും 1000 നന്ദി. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി അദ്ദേഹത്തിന് നൽകാം. അതോടൊപ്പം തന്നെ ടൈൽ സോണിന്റെ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഈ ഒരു ഷോറൂമിന് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകട്ടെ നമുക്ക് ഏവർക്കും ആശംസിക്കാം. താങ്ക് യു. സോ ലെറ്റ്സ് ടേക്ക് എ ഗ്രൂപ്പ് ഫോട്ടോ. ഈ ഒരു ഫോട്ടോ സെഷന്റെ വേളയിൽ ഒരിക്കൽ കൂടി ടൈൽ സോണിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം തീർച്ചയായിട്ടുമില്ല. നമുക്ക് ഏവർക്കും വളരെയധികം പരിചിതമായ ഒരു പേര് തന്നെയാണ് ടൈൽ സോൺ എന്നത്. ഇത് കാസർഗോഡ് ഉത്തര മലബാറിന്റെ 6ാമത്തെ ഷോറൂമാണ് ഇന്നത്തെ ദിവസത്തെ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. എക്സിസ്റ്റിംഗ് ഷോറൂംസ് നമ്മുടെ പയ്യന്നൂർ, ഇരിട്ടി, തളിപ്പറമ്പ, കണ്ണൂർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലായിട്ടാണ് ഉള്ളത്. ഇനി അടുത്തതായി വരാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ തളിപ്പറമ്പ, കൂത്തുപറമ്പ് എന്നീ സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ മസ്കറ്റിലുമാണ്. നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയൊരു കേന്ദ്രം തന്നെയായി മാറിയിരിക്കുന്ന നമ്മുടെ ടൈൽ സോൺ.
يا صديقي دلني لله إني غاية الفردوس والظل الظليل. يا صديقي إننا بالله نحيا فهو نور وهو زاد والدليل. يا صديقي دلني لله إني غاية الفردوس والظل الظليل. يا صديقي إننا بالله نحيا فهو نور وهو زاد والدليل. يا صديقي حبنا يبقى إذا كنا لأجل الله نمضي للجميل. نسعى بنصح أو دعاء كلما زلت خطانا أو ضللنا ذا السبيل. يا صديقي حبنا يبقى إذا كنا لأجل الله نمضي للجميل. نسعى بنصح أو دعاء كلما زلت خطانا أو ضللنا ذا السبيل. يا صديقي فليكن ميثاقنا علما وزادا بيننا يحيي العليل. أو بقرآن لنحفظ آيه أو بهدي المصطفى نعم الخليل. أو بهدي المصطفى نعم الخليل. يا صديقي دلني لله إني غاية الفردوس والظل الظليل. يا صديقي إننا بالله نحيا فهو نور وهو زاد والدليل. يا صديقي دلني لله إني غاية الفردوس والظل الظليل. يا صديقي إننا بالله نحيا فهو نور وهو زاد والدليل. إنا سنخسر هذه الدنيا إذا سرنا إلى الرحمن بالزاد القليل. إنا نريدها صحبة ممتدة للجنة العليا لفردوس ظليل. إنا سنخسر هذه الدنيا إذا سرنا إلى الرحمن بالزاد القليل. إنا نريدها صحبة ممتدة للجنة العليا لفردوس ظليل. يا صديقي هذه الدنيا متاع والسعيد من أعد إلى الرحيل. أسفي على من ذا أضاع عمرا قصيرا ضل فيه عن السبيل. عمرا قصيرا ضل فيه عن السبيل. يا صديقي دلني لله إني غاية الفردوس والظل الظليل. يا صديقي إننا بالله نحيا فهو نور وهو زاد والدليل. يا صديقي دلني لله إني غاية الفردوس والظل الظليل.
يا صديقي إننا بالله نحيا، فهو نور وهو زاد والدليل. هذه وصايا لو تمسكنا بها كنا كنور أو كماء سلسبيل. قلبي محب راجيا في نصحه الإخلاص للمولى وللأثر الجميل. هذه وصايا لو تمسكنا بها كنا كنور أو كماء سلسبيل. قلبي محب راجيا في نصحه الإخلاص للمولى وللأثر الجميل. قلبي محب راجيا في نصحه الإخلاص للمولى وللأثر الجميل. يا صديقي دلني لله إني غاية الفردوس والظل الظليل. يا صديقي إننا بالله نحيا، فهو نور وهو زاد والدليل. يا صديقي دلني لله إني غاية الفردوس والظل الظليل. يا صديقي إننا بالله نحيا، فهو نور وهو زاد والدليل.
ടൈൽസ് സോണിന്റെ 6ാമത്തെ ഷോറൂം അങ്ങനെ കാസർഗോഡ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. ഷോറൂമിനകത്ത് നമ്മുടെ നാട്ടുകാരും വ്യാവസായിക പ്രമുഖരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ ഒത്തിരി പേരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വലിയൊരു തിക്കും തിരക്കും തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന വിശിഷ്ട വ്യക്തികളിൽ ഒരാളായി മുൻ മന്ത്രി ശ്രീ ചെറുക്കളം അബ്ദുള്ള അവർകളും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയൊരു ഷോറൂം ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ ഉൽപ്പന്ന കേന്ദ്രമായ നമ്മുടെ ടൈൽ സോൺ കാസർഗോഡിന് സ്വന്തമായി തീർന്നിരിക്കുകയാണ്. ഷോറൂം വിസിറ്റ് ചെയ്തിട്ട് എന്താണ് സാറിന്റെ അഭിപ്രായം? എങ്ങനെയുണ്ട് നമ്മുടെ ടൈൽ സോണിന്റെ ഈ ഒരു ഷോറൂം? കാസർഗോഡ് നഗരത്തിന് പ്രൗഢി നഗരുന്ന ഒരു സ്ഥാപനമായി ടൈൽ സോൺ മാറട്ടെ എന്ന ആശംസിക്കുന്നു. ഷോറൂം വളരെ സ്മാർട്ടാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ എല്ലാറ്റിനും ഷോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അത് പ്രത്യേകതയാണ്. എല്ലാവരും സഹകരിക്കണം എന്ന അപേക്ഷയാണ്. ടൈൽ സോൺ കാസർഗോഡ് ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിലായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റൊരു വിശിഷ്ട അതിഥിയാണ് മുൻ മന്ത്രി ശ്രീ CT അഹമ്മദ് അവറുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കാസർഗോഡ് ടൈൽ സോൺ ഷോറൂം വളരെ മനോഹരമായ വികസിപ്പിച്ച കാസർഗോഡിൻ്റെ വ്യാപാര വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി ഈ സ്ഥാപനം വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അനുദിനം വികസിച്ചു വരുന്ന കാസർഗോഡ് മേഖലയിൽ ഈ സ്ഥാപനം ഏറ്റവും വലിയ ഒരു സ്ഥാപനമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ന് സമ്മാനമായി പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇന്ന് സമ്മാനിച്ചിരിക്കുകയാണ്. ഇതിന് എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അഹമ്മദ് ഷരീഫ് അവർകൾ നമ്മളോടൊപ്പം. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായ ഒരു ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ എല്ലാം ഒരു കൊടക്കയിൽ എന്ന ഒരു സ്ഥാപനം ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്കായി ഇന്നിവിടെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും ജനങ്ങളുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ 6ാമത്തെ ബ്രാഞ്ചാണ് ഇന്നിവിടെ ടൈൽ സോണിൻ്റെ പുതിയ സ്ഥാപനം ഇന്നിവിടെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സ്ഥാപനത്തിനുണ്ടാവും. തീർച്ചയായും ഈ സ്ഥാപനത്തിന് തുടർന്ന് അങ്ങോട്ടുള്ള സപ്പോർട്ട് വ്യാപാരികളുടെ ഭാഗത്തും പൊതുജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാവും. എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവങ്ങളും ഈ സ്ഥാപനത്തിന് നേരുകയാണ്. CPIM കാസർഗോഡ് ഏരിയ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഫ് അവർകളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കാസർഗോഡ് പോലുള്ള അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണത്തിനകത്ത് തീർച്ചയായും കെട്ടിട നിർമ്മാണ രംഗത്ത് വലിയൊരു സ്ഥാപനങ്ങളില്ല എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമാണ്. അതിനൊരു അറുതി ഈ ടൈൽ സോണിൻ്റെ വരവോടുകൂടി ഈ നഗരത്തിനകത്ത് ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ നല്ല സാധനങ്ങൾ ലഭിക്കാനുള്ള ആവശ്യമായ ഒരു സംവിധാനം ഇത് വരുന്നതോടുകൂടി ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ രീതിയിൽ ഇതിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അബ്ദുറഹ്മാൻ അവറുകളുടെ വാക്കുകളിലേക്ക്. കാസർഗോഡ് നഗരത്തിൻ്റെ വികസനത്തിൻ്റെ കുതിപ്പിലാണ് ഇപ്പോൾ ഈ നഗരം. അപ്പോൾ അതിലൊരു നാഴികക്കല്ലാണ് ഈ ടൈൽ സോൺ പോലുള്ളൊരു വലിയ ഷോപ്പ് ഈ നഗരത്തിൽ വരിക എന്നത്. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഏറ്റവും അനുയോജ്യമായ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു വലിയ ഷോറൂം. തീർച്ചയായിട്ടും അത് കാസർഗോഡ് നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനപ്പെടും. എല്ലാവിധ ആശംസകൾ നേരുന്നു. പ്രശസ്ത പത്രാധിപരായ ശ്രീ ഷാഫി അവറുകളുടെ വാക്കുകളിലേക്ക്. മനോഹരമാണ്. കാസർഗോഡിൻ്റെ ഭവനങ്ങൾക്ക് അല്ലെങ്കിൽ കാസർഗോഡിൻ്റെ കെട്ടിട സമുച്ചയങ്ങൾക്ക് മനോഹാരിത പകരാൻ അല്ലെങ്കിൽ അവയെ കൂടുതൽ നിറമാർന്നതാക്കാൻ വേണ്ടി കാസർഗോട്ടേക്ക് വിരുന്നെത്തിയ ഈ ടൈൽ സോണ് എന്തുകൊണ്ടും ഈ കാസർഗോട്ടുകാരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ടൈൽ സോൺ ഇവിടെ വന്നതിൽ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്നുണ്ട്. ആർട്സ് ഫോറം പ്രസിഡന്റ് ശ്രീ CM ഹമീദ് അവർകളാണ്. It begins like a venturing to entrench our lifelong prosperity by the grand mercy of God. And I'm very happy to see the most modern showroom that they have set in, and it is a mark of progress in the entire municipality. And the Kasaragod is, it is growing, and along with this will also grow. I wish all the success to this country. ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട നമ്മുടെ ടൈൽ സോണിന്റെ ഷോറൂമിൽ ഇനി നമ്മൾ അടുത്തായി കാണാൻ പോകുന്നത് കാസർഗോട്ടെ ഒരു കൂട്ടം വ്യാവസായിക പ്രമുഖരെ തന്നെയാണ്. അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് അടക്കാം. മുഹമ്മദ് അഷ്റഫ് എന്ന നമ്മുടെ കാസർഗോഡുകാരുടെ പ്രിയപ്പെട്ട അച്ചു, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കാസർഗോഡ് ഉദ്ഘാടനമായ ടൈൽ സോണിന് എൻ്റെ എല്ലാവരും ആശംസകളും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് അബ്ദുൽ കബീർ അവരുടെ വാക്കുകളിലേക്ക്. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് പട്ടണത്തിന്
ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഈ ടൈൽ സോണിനെ ഞങ്ങൾ കാസർഗോഡിൻ്റെ വ്യാപാരി സമൂഹം കാണുന്നത്. ഈ സ്ഥാപനം ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രശസ്ത വ്യവസായ പ്രമുഖനും സാംസ്കാരിക നേതാവുമായ ശ്രീ PB അഹമ്മദ് അവരുടെ വാക്കുകളിലൂടെ. കാസർഗോഡ് ഇതൊരു അത്ഭുതം തന്നെ പറയാം. കാസർഗോഡ് വെച്ച് ഇതുപോലത്തെ ഒരു ഷോറൂം കാസർഗോഡ് ಜಿಲ್ಲೆയില്ല. കാസർഗോഡ് മർച്ചന്റ് അസോസിയേഷൻ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಶ್ರೀ ನಾಗೇಶ್ ಶೆಟ್ಟಿ ಅವರುಗಳ ವಾಕ್ಯಗಳಿಲೂടെ. ಬೆಳೆಯುತ್ತಿರುವ ಹಾಗೆ ಕಾಸರಗೋಡು ನುಳ್ಳಿಪಾಡಿಯು ಈಗ ಬೆಳೆದು ಬಂದಿದೆ. ಅದೇ ರೀತಿ ಕಾಸರಗೋಡಿನ ಜನತೆಗೆ ಇಲ್ಲಿಯ ಕೆಲಸ ಇಲ್ಲದ ನಿರುದ್ಯೋಗ ಸಮಸ್ಯೆಯ ನಿವಾರಣೆಗೆ ಇಂಥ ಸಂಸ್ಥೆಗಳು ಬಂದರೆ ಇನ್ನು ಮುಂದಕ್ಕೆ ಇಂಥದ್ದು ಹಲವು ಬರಬೇಕಂತೇಳಿ ಕಾಸರಗೋಡು ಮರ್ಚೆಂಟ್ ಅಸೋಸಿಯೇಷನು ನಾವು ಪ್ರತ್ಯೇಕವಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತೇವೆ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ശ്രീ ഇല്യാസ് അവരുടെ വാക്കുകളിലേക്ക്. കാസർഗോഡ് ഇങ്ങനെയുള്ള ഷോറൂമുകൾ ആദ്യമായിട്ടാണ് വരുന്നത്. കാസർഗോഡ് CPI ഭാരവാഹികളാണ്. ശ്രീ ബിജു ഉണിത്തൻ അവരുടെ വാക്കുകളിലേക്ക്. കാസർഗോഡ് ഇതുപോലുള്ളൊരു സംരംഭത്തിന് എന്തായാലും നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ സ്ഥാപനത്തിന് എൻ്റെയും നമ്മുടെ സംഘടനയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. കാസർഗോഡ് ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാനവാസ് പാദൂർ അവരുടെ വാക്കുകളിലേക്ക്. നമ്മൾ ഈ നാട്ടിലെ ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു സ്ഥാപനം, അത് ഇത്രയും വലിയൊരു ഷോറൂം, ഇത്രയും കളക്ഷനോട് കൂടി, അത് നമ്മൾ കാസർഗോഡുകാർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണെന്നാണ് എനിക്ക് അവസരത്തിൽ പറയുന്നത്. സോ നമ്മുടെ ടൈൽ സോണിന്റെ ഉദ്ഘാടന ചടങ്ങിനായിട്ട് കാസർഗോഡ് നാട്ടുകാരും കാസർഗോഡ് വ്യാവസായിക പ്രമുഖരും മാത്രമല്ല വന്നിരിക്കുന്നത്. അങ്ങ് തളിപ്പറമ്പ് നിന്നൊരു ആൾക്കാർ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് തളിപ്പറമ്പിലെ വ്യവസായ പ്രമുഖരായ ശ്രീ അനീസ്, ശ്രീ മുനീർ, ശ്രീ ജാഫർ, ശ്രീ ഇക്ബാൽ എന്നിങ്ങനെ 4 പേര് നമ്മളോടൊപ്പം ഇവിടെ ഉദ്ഘാടന ചടങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അവരുടെ അഭിപ്രായം, സോ കാസർഗോഡിന്റെ മണ്ണിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ടൈൽ സോണിന്റെ ഈ ഒരു ഷോറൂമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അവരുടെ വാക്കുകളിലേക്ക്. വളരെ നന്നായിട്ടുണ്ട്. കാസർഗോഡ് ടൈൽ സോണിന്റെ ഷോറൂം എല്ലാം കണ്ടു. നല്ല സെറ്റിങ്സ് ആയിരുന്നു. അതുപോലെ ഓരോ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സെപ്പറേറ്റ് സ്റ്റുഡിയോ ഒക്കെ കണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. ഇനിയും വീണ്ടും ഉയർച്ച ഉണ്ടായിട്ട് ടീം ടൈൽ സോണിന് എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ് ടൈൽ സോൺ ടീം. ഇന്ന് രാവിലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട കാസർഗോഡ് ടൈൽ സോണിന്റെ ഷോറൂമിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്തും ഇവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇത്രയും വലിയൊരു ഷോറൂം കാണാൻ വേണ്ടി ആൾക്കാർ അത്രയും ആവേശത്തോടു കൂടിയാണ് ഷോറൂമിനകത്ത് കയറിയത്. മാത്രമല്ല ഉദ്ഘാടന ചടങ്ങിന്റെ സമയത്ത് നമുക്കൊരു വലിയൊരു സപ്പോർട്ട് തന്നെ ഇവിടെയുള്ള കാസർഗോഡുകാരുടെ കയ്യിൽ നിന്നും, കാസർഗോഡുകാർ നാട്ടുകാരാണെങ്കിലും വ്യവസായ പ്രമുഖരാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അങ്ങനെ ഓരോരുത്തരുടെയും ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം കാസർഗോഡുകാരൊക്കെ ഒരു വലിയൊരു ആവേശത്തോട് കൂടിയിട്ടാണ് ടൈൽ സോണിന്റെ കാസർഗോഡ് ഷോറൂമിനെ വരവേറ്റിരിക്കുന്നത്. സോ ഈ ഒരു സപ്പോർട്ട് ഇനി അങ്ങോട്ടുള്ള നാളുകളിലും തീർച്ചയായിട്ടും ഉണ്ടാകും, നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാം.